ഹായ്, ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിലെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പൈത്തൺ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇന്നത്തെ ടെക്നോളജി ഇൻഡസ്ട്രിയിൽ നമ്മൾ എല്ലാ ഏരിയസിലും കേൾക്കുന്ന വേർഡ്സ് ആണ് പൈത്തൺ, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, ചാറ്റ് GPT, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇങ്ങനെയുള്ള ഒരുപാട് വേർഡ്സ് നമ്മൾ എല്ലായിടത്തും കേൾക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് പേർക്ക് ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഡൗട്ടാണ്, പൈത്തൺ പഠിച്ചാൽ മെഷീൻ ലേണിംഗ് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ്, എങ്ങനെയാണ് ചാറ്റ് GPT വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഡൗട്ട്സ് ആണ്. അപ്പം നമ്മൾ ഇന്നത്തെ ആ ഒരു ഏരിയ ഓഫ് ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത് പൈത്തൺ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് പൈത്തൺ? പൈത്തൺ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോഴായിരിക്കും നമുക്ക് അടുത്ത ഡൗട്ട് വരുന്നത്, എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ നോർമലി നമുക്കൊരു രണ്ട് പേഴ്സൺസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ടൊരു ലാംഗ്വേജ് കിട്ടും അല്ലേ? ലൈക്ക് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി പോലുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് ഒരു രണ്ട് പേർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഒരു പ്രോഗ്രാമറിന് ഒരു സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു ലാംഗ്വേജിനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ജാവ, CPP, പൈത്തൺ, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. നമുക്ക് അതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതായത് എല്ലാ ഏരിയാസിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. എന്തുകൊണ്ടായിരിക്കും ഇത് എല്ലാ ഏരിയാസിലും യൂസ് ചെയ്യാൻ കാരണം? നമ്മൾക്കറിയാം, പൈത്തണിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് അത് എഴുതുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു റൂളാണ്, ഇങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എഴുതേണ്ടത് എന്നുള്ളത്. ആ ഒരു സിൻടാക്സ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു സ്റ്റുഡൻറ്റിന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഒരു ഫ്രഷറായിട്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. അതുപോലെ തന്നെ എല്ലാ ഏരിയയിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ യൂസ്ഫുൾ ആണ്. കാരണം പൈത്തണിൻ്റെ ലൈബ്രറീസ് എന്ന് പറയുന്നത് ഒരുപാട് വലുതാണ്. ലൈബ്രറീസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം, പൈത്തൺ ഒരുപാട് മേഖലകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് പൈത്തൺ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഓരോരോ ഏരിയാസിലും നമ്മൾ ആ ഒരു പൈത്തൺ യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ലൈബ്രറീസ് ആ പൈത്തണിൽ വേണം. അത് പൈത്തണിൽ ഉള്ളത് കൊണ്ടാണ് എല്ലാ മേഖലകളിലും ഇപ്പോൾ കൂടുതലായിട്ടും പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പൈത്തണിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് മാസീവ് കമ്മ്യൂണിറ്റി സപ്പോർട്ട്. ലോകമെമ്പാടുമുള്ള ഒരുപാട് ഡെവലപ്പേഴ്സ് പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എററോ അല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഹെൽപ്പ് നമുക്ക് ഒരു ഇപ്പോൾ ഗൂഗിളിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഗിറ്റബ്, അതുപോലെ സ്റ്റാക്ക് ഓവർഫ്ലോ, ഇതേപോലെയുള്ള ഒരുപാട് ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു എററും അതുപോലെ സോൾവ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഇഷ്യൂസും വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞു, പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് മേഖലകളിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാം എന്നുള്ളത്. അതായത് നമുക്ക് ഈ ഒരു പൈത്തൺ എല്ലാ ഏരിയയിലും യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആഫ്റ്റർ ആ ഒരു പൈത്തൺ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏരിയ ഓഫ് ഏതാണോ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അതിലേക്ക് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ പൈത്തൺ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, എനിക്ക് വെബ് ഡെവലപ്മെൻ്റ് ആണ് താല്പര്യം, എനിക്ക് ആ ഒരു ഏരിയയിലേക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് ആണ് താല്പര്യം, അതിലേക്ക് എനിക്ക് മൂവ് ഓൺ ചെയ്യാം. ഇനി ഡാറ്റ അനാലിസിസും ഈ ഒരു വെബ് ഡെവലപ്മെൻറ്റും താല്പര്യമില്ല, എനിക്ക് മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡൽസ് ക്രിയേറ്റ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പാക്കേജസ് പഠിച്ചിട്ട് നമുക്ക് നമ്മുടെ കരിയറിലേക്ക് മൂവ് ഓൺ ചെയ്യാം. പൈത്തൺ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നു എന്നതിലുപരി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിൻ്റെ, അല്ലെങ്കിൽ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു ഗേറ്റ് വേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മെഷീൻ ലേണിംഗ് എന്താണെന്നുള്ളതാണ്. ഇനീഷ്യലി നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ഡീറ്റെയിൽ ആയിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ബെറ്റർ ആയിട്ട് നമ്മൾ നമ്മുടെ ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റും എന്നൊക്കെ പറയില്ലേ, അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു സിമിലർ കൺസെപ്റ്റാണ് നമ്മൾ മെഷീൻ ലേണിംഗിലേക്കും ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. അതായത് ആ ഒരു മെഷീൻ ഏത് പ്രോസസ്സാണോ ചെയ്യേണ്ടത് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻ്റയർ ഡാറ്റ നമ്മൾ ആ ഒരു മെഷീനെ കൊണ്ട് ലേൺ ചെയ്യിപ്പിക്കുകയാണ്. അത് ലേൺ ചെയ്തതിൻ്റെ ബേസിൽ ഈ മെഷീൻ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട്
അതിൻ്റെ ഒരു ആൻസർ പ്രഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് തരിക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് മെഷീൻ ലേണിംഗ് വരുന്നത്. ഇന്ന് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന യൂട്യൂബ്, ആമസോൺ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഒരുപാട് ആപ്പുകളിലും ഇതേപോലെയുള്ള ടെക്നിക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മളിപ്പോൾ ആമസോണിൽ കയറി ഒരു പ്രൊഡക്റ്റ് നമ്മൾ വ്യൂ ചെയ്തു. ആ ഒരു വിത്തിൻ എ വീക്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ആഡ് പോലെ നമുക്ക് വരുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ അവർ ലേൺ ചെയ്യാൻ ഉപയോഗിച്ചേക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രീവിയസ് ആക്ടിവിറ്റി എന്താണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിലൂടെ അവർ ചെയ്യുന്നത്. ഇനി എന്താണ് ഈ ഒരു പൈത്തൺ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതായത് എന്തുകൊണ്ട് നമ്മൾ ഇത് ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യണം എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ, ഒരുപാട് പേരെ കമ്പനിയിൽ നിന്ന് പിരിച്ചു വിട്ടു അല്ലെങ്കിൽ പഴയ എംപ്ലോയീസിനെയൊക്കെ റിമൂവ് ചെയ്തു എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ന്യൂസാണ്. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഈ ഒരു AI വരുന്നതിന് മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ടാകും AI വരും, നമ്മുടെ ജോബൊക്കെ റീപ്ലേസ് ചെയ്യും എന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ട്രൂത്ത് ഫേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, AI വന്നിട്ട് ഒരാളുടെ ജോബ് റീപ്ലേസ് ചെയ്യുക എന്നതിൽ ഉപരി, ആ ഒരു കൺസെപ്റ്റിലുപരി AI യൂസ് ചെയ്യുന്ന എംപ്ലോയീസ്, അതായത് പുതിയ ടെക്നോളജി അറിയാവുന്ന ആൾക്കാർ എന്തായാലും ഓൾഡർ ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യുന്നവരെ റീപ്ലേസ് ചെയ്യും. ഈ ഒരു കാര്യം കൊണ്ടാണ് ഈ പൈത്തണും മെഷീൻ ലേണിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ നമ്മുടെ കരിയറിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പറയുന്നത്. ഇനി പുതിയ ടെക്നോളജീസ് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടെക്നോളജീസിനെ ഭയന്ന് ബാക്കോട്ട് നിൽക്കാതെ നമ്മൾ പുതിയ ടെക്നോളജിക്ക് അനുസരിച്ച് അപ്ഡേറ്റ് ആവുക. അപ്പോൾ മാത്രമേ നമ്മുടെ കരിയറിലേക്ക് അത് നമുക്കൊരു ഗ്രോത്ത് ആയിട്ട് വരുള്ളൂ. Audi Group of Institutions, the most trusted quality training provider.